ഹലോ, അസ്സലാമു അലൈക്കും. അങ്ങനെ ആങ്ങള 15 ദിവസത്തിന് നാട്ടിൽ പോയി അറിഞ്ഞില്ല. വന്ന് ഇത് ഉമ്മാൻ്റെ ഉള്ളിൽ സാധനം കൊടുത്തയച്ചിന്. അതൊരു സന്തോഷമുള്ള ഇതാണല്ലേ. നമുക്ക് മനസ്സും എല്ലാം നിറയുന്നൊരു ഇതാണ്. നാട്ടിൽ നിന്ന് നമുക്ക് എല്ലാം ഇവിടെ കിട്ടിയാലും അവിടുന്ന് കൊടുത്തയക്കുമ്പോൾ അത് വേറൊരു ഇത് തന്നെയാണല്ലേ. ഇപ്പോൾ പെട്ടി പൊട്ടിക്കുന്നല്ലേ ഞാൻ കാണിച്ചു തരാം. ഓല എന്തൊക്കെ കൊടുത്ത് വിട്ടെന്ന് അറിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാം കാണിച്ചു തരാം കേട്ടോ. നമ്മളെ ആൾക്കാരും കാണണ്ടേ എന്തൊക്കെ ഉമ്മാൻ്റെ കൂടി കൊടുത്ത് വിട്ടെന്ന്. ഇത് ഉമ്മാൻ്റെ സ്നേഹം മാത്രമല്ല, മോളിത് ഇത്താത്താൻ്റെ വക ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോള് കൊടുത്തയച്ചിന്. എല്ലാം പാടെ മിക്സാണ് കേട്ടോ. അപ്പം എല്ലാവരുടെ വകയാണ് ഇതുള്ളത്. കൊടുത്തയക്കുമ്പോൾ ഇങ്ങനെയാണ് എല്ലാവരും കൂടി ഒരുമിച്ച കൊടുത്ത് വിടുക. എല്ലാവരുടെ വകയും കുറച്ച് കുറച്ചുണ്ടാവും. എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കൂലേ കൊടുത്തു വിടുക. അങ്ങനെ പെട്ടി പൊട്ടിക്കുകയാണ് കേട്ടോ. പെട്ടി പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട് എന്ന് നോക്കാനാണ് നമ്മുടെ ജോലി. ഭയങ്കര കെട്ടീന് കേട്ടാ. പൊട്ടിപ്പോന്നുള്ള പേടി. അതോനെന്താന്ന് പറഞ്ഞാൽ ബസ്സിലാണ് വന്നത് കോഴിക്കോട് വരെ. അപ്പോൾ പിന്നെ പൊട്ടിപ്പോണ്ടെന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് മരുവൻ കെട്ടി കൊടുത്തതാണ്. അപ്പോൾ ഇത് പൊട്ടിക്കുമ്പോൾ വേറൊരു മൊബൈലിൽ നാട്ടിൽ മോളും ഉണ്ട് പേരക്കുട്ടിയും ഉണ്ട് കേട്ടോ. പൊട്ടിക്ക് മോളെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെട്ടി പൊട്ടിക്കാൻ. അപ്പോൾ എന്തോ ഇതിൽ എഴുതി ഇട്ടീനി, എന്തോ ഒരു സാധനം ഓള് പാക്കറ്റ് ആക്കി വെച്ചീനി. അതാണ് പൊട്ടിക്ക് സായ്മ കുറേ നേരമായി പറയുന്നു, സായ്മ പൊട്ടിക്ക് എൻ്റെ വെള്ളക്കടലാസ് കിട്ടിയോന്ന്. അപ്പോൾ എല്ലാം കൊടുത്തയച്ചിന് കേട്ടോ. പപ്പടം, അപ്പോൾ അവിടുത്തെ പപ്പടം നല്ലതാണ്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം കാണുമ്പോൾ ഒരുപാട് സന്തോഷമല്ലേ. ഇതിപ്പോൾ നമ്മളെ സാധനം തിന്നുന്നല്ലല്ലോ, ഓലെ സ്നേഹവും ഒരു കൈ കൊണ്ട് തൊട്ടത് എല്ലാം ഇതിലുണ്ടല്ലോ. ഓലെ കൈ കൊണ്ട് പാക്ക് ചെയ്തത്, എൻ്റെ അവ്വാച്ചിൻ്റെ സ്നേഹവും എൻ്റെ അവ്വാച്ചിൻ്റെ എല്ലാം ഇതിൽ എന്താ പറയുക എഴുതിയത് എല്ലാം ഉണ്ടല്ലോ. അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരണ്ട്. നാട്ടിൽ നിന്ന് എന്തൊക്കെയാണ് ഉമ്മാൻ്റെ ഉള്ളിൽ കൊടുത്ത് വിട്ടുന്ന്. പിന്നെ ഉമ്മ അത് മതിയാ ഞാൻ വേണോ ചോദിക്കുക. ഇതെല്ലാം മക്കളോട് ചോദിക്കുമല്ലോ. മത്തൻ്റെ ഇല വരെ ഉമ്മ പാവ എവിടുന്നോ വാങ്ങിയിട്ട് കൊടുത്ത് വിട്ടീന് കേട്ടോ. എനിക്ക് മത്തൻ്റെ ഇല ഭയങ്കര ഇഷ്ടമാണ്. മത്തൻ്റെ ഇല എന്നല്ല, എനിക്ക് ഈ കയ്പ്പക്ക ചീര അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉമ്മ എന്താക്കീന്, അപ്പുറം എവിടെ പോയിട്ട് മത്തൻ്റെ ഇല പറിച്ചിട്ട് പാവ അതും കൊടുത്തു വിട്ടീന്. ഇതിപ്പോൾ ഒരാളെ വകല്ല കേട്ടോ. ഇത് ഉമ്മാൻ്റെ മോളിത് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോളിത് കേട്ടോ. ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോളെന്ന് പറഞ്ഞാൽ എൻ്റെ മോളെ ഭർത്താവിൻ്റെ പെങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ മോളെ കുടുംബത്തിൽ തന്നെയാണ് കെട്ടിച്ചെന്ന്. അപ്പോൾ മോളത് എഴുതിയതാണ്. എഴുതിയിട്ട് അതിലൊരു കടലമുട്ടായും കൊടുത്തയച്ചിന് കേട്ടോ. അപ്പോൾ പിന്നെ പറഞ്ഞ പോലെ സായിമാക്ക് കടലമുട്ടായി സായിമ തിന്നാന്ന് പറഞ്ഞിട്ട് പാവ ഒരു കടലമുട്ടായി കടയിൽ നിന്ന് എടുത്തിട്ട് അതിൽ വെച്ചിന്. പിന്നെ അത് ഉണക്കമീനാണ് കേട്ടോ. അപ്പോൾ ഉണക്കലും കൊടുത്തു വിട്ടീന്. അപ്പോൾ പെട്ടിയെടുത്ത് നമ്മൾ മാറ്റി. ഇതേപോലെ എത്ര ആക്ക്. അപ്പോൾ ഇത്രയും സാധനമാണ് നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടീന് കേട്ടോ. ഇതെൻ്റെ ഔവ കൊടുത്തു വിട്ടത്, എൻ്റെ മോളെ കുട്ടി കൊടുത്തു വിട്ടത്, ഇത് എൻ്റെ ഉമ്മ, എൻ്റെ മോള്, എൻ്റെ താത്ത, എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോള് എല്ലാവരും ഒരുമിച്ച് കൊടുത്തു വിട്ട സാധനങ്ങളാണ് നാട്ടിൽ നിന്ന് ആങ്ങളെ വന്നപ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യാതൊക്കെ ലൈക്ക് അടിച്ചിട്ട് പ്ലീസ് ഒന്ന് കാണി. അത്രേ പറയാനുള്ളൂ. ചോന്ന അലുവ, മുളക് കണ്ട, മുളക് മത്തൻ്റെ ഇല കണ്ട, മത്തൻ്റെ ഇല. അപ്പോൾ ഇത്രയും സാധനമാണ് നാട്ടിൽ നിന്ന് വിട്ടിട്ടുള്ളത്.
അപ്പൊ നാട്ടിൽ നിന്ന് സാധനം കൊടുത്തയച്ചതാണ് കേട്ടോ. ഇത് ഉമ്മ മാത്രല്ല, ഉമ്മ കൊടുത്തു വിട്ടീന്, ഇത്താത്ത കൊടുത്തു വിട്ടീന്, ഉമ്മാന്റെ അനിയത്തിന്റെ മോള് കൊടുത്തിട്ട്. ഉമ്മാന്റെ അനിയത്തിന്റെ മോള് എന്ന് പറയുമ്പോ എന്റെ മോളെ നാത്തൂനും കൂടിയാണ് കേട്ടാ. എന്റെ മോളെ ഹസ്ബൻഡിന്റെ പെങ്ങളും കൂടിയാണ്. ഞാൻ കുടുംബത്തിൽ തന്നെയാണ് എന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുത്തിന്. അപ്പൊ ആദ്യം ഞാൻ കാണിച്ചിരുന്നത് എന്റെ മോളെ മൂത്ത കുട്ടി ഈ കടല മുട്ടായും ഇങ്ങനെ പൊതിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിന്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിന്. ഇതല്ലല്ലേ നമുക്ക് ജീവിതത്തില് ഇതുള്ളൂ. എന്നിട്ട് ഇതാ എഴുതി 5 വയസ്സായി കേട്ടോ ഒരു കടല മുട്ടായി. അൽഹംദുലില്ലാ. ഇതെല്ലാം കാണുമ്പോ മാഷാ അല്ലാ. പിന്നെ പപ്പടം കൊടുത്തയച്ചിനുമ്മ. പിന്നെ കൊടുത്തയച്ചത് മുളകും പൊടി കൊടുത്തയച്ചിന്. എല്ലാം കാണിച്ചു തരാം കേട്ടോ. മുളകും പൊടിയും മല്ലിപ്പൊടിയും. പിന്നെ ഇതെന്താ അറിയോ? നിങ്ങൾ ആരും തന്നെ കമന്റ് കളിയാക്കരുത് കേട്ടോ. ഇതൊക്കെ വാടി പോയിന് കുറച്ചോ. ഇന്നലെ രാവിലെ ഇറങ്ങിയതാണ്. ഇതാ മത്തൻ്റെ ഇല, അടിപൊളി മത്തൻ്റെ ഇല കണ്ട. മത്തൻ്റെ ഇല കൊടുത്തു വിട്ടീന്. പിന്നെ വേറെ എന്താ നമുക്ക് വേണ്ടത്? പിന്നെ ഉള്ളത് ഇതെന്താ നോക്കട്ടെ. ഇത് എൻ്റെ ഒരു നൈറ്റിയാണ് കേട്ടോ. പിന്നെ ചിപ്സ് കൊടുത്തയച്ചിന്. പിന്നെ ഇത് താത്താന്റെ വക കൈപ്പക്ക ഉണക്കിയത്. പിന്നെ താത്താന്റെ വക കാന്താരി മുളക് കേട്ടോ. കാന്താരി മുളക് കൊടുത്തു വിട്ടീന്. കത്ര എടുക്കട്ടെ, കാണിച്ചു തരാം. വീഡിയോ കുറേ ആവുക അറിയില്ല. നല്ല വാഴൻ്റെ ഇലയില് പൊതിഞ്ഞിട്ട് നല്ല വെള്ള കാന്താരി മുളക്. പിന്നെ ഇത് അച്ചാറാണ് കേട്ടോ. ഇത് നമ്മളെ ബീഫ് ഞാൻ കുറച്ച് മതി എന്ന് പറഞ്ഞതാണ്. 2 പാക്കറ്റ് ഉണ്ട് കേട്ടോ. അല്ല ബീഫ് മത്തിയാണോന്ന് അറിയില്ല. നോക്കട്ടെ, പൊട്ടിച്ചോക്കട്ടെ. നിങ്ങൾക്ക് കാണണ്ടേ? ഭയങ്കര കട്ടന വെട്ടിയത്. ഇത് എന്താ ഞാൻ നോക്കട്ടെ. ഇത് ദാദാ കുഞ്ഞമ്മത്തി നല്ല ഉണക്കി പൊരിച്ചതാണ് കേട്ടോ. കുഞ്ഞമ്മത്തിയാണ്. ഇതെന്റെ സന്തോഷം കണ്ടാ. പിന്നെ ഇത് ബീഫാണ് കേട്ടോ. ഇത് ബീഫ് ഇതാക്കിയത് പൊളിക്കുമ്പോ ഞാൻ കാണിച്ചു തരണ്ട്. പിന്നെ ഇതെന്താണ്? ഇത് നമ്മളെ കാന്താരി ഉണക്കിയതാണ് കേട്ടോ. ഇത് നല്ലതാ. നമ്മളെ കാന്താരിയും മുളകും മോരിലിട്ട് ഉണക്കിയതാണ്. പിന്നെ 2 പാക്കറ്റ് മിക്സറുണ്ട്. പിന്നെ ചോന്ന അലുവുണ്ട്. അലുവൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞതാണ്. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ റസ്ക് ചായന്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിന് എൻ്റെ ഡ്രസ്സായിരിക്കും, ഷാളായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഷാള് കൊടുത്തേക്കാൻ പറഞ്ഞു. ഇവിടെ വലിപ്പില്ലേ ഷാളിന്. അപ്പൊ അത് കൊടുത്തേക്കാൻ പറഞ്ഞില്ലേ. അപ്പൊ അതാ 3 ഷാളല്ല, ഇതാ ഒരു 1 2 3 4 5 ഷാളുണ്ട്. പിന്നെ അവിടുന്ന് തോർത്ത് കൊടുത്തേക്കാൻ പറഞ്ഞാണ്. തോർത്തും ഉണ്ട്. അപ്പൊ കണ്ടല്ലോ പച്ചാറ്. ഇത് ഇത്താത്താന്റെ വകി അനിയത്തിന്റെ വകയാണ് കേട്ടോ. കൊടുത്തയക്കുമ്പോ എല്ലാവരും കൊടുത്തയക്കും. അപ്പൊ അച്ചാറൊന്നും ഞാൻ ഓവർ കഴിക്കുന്ന ആളല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് കൊടുത്തയക്കാൻ പറഞ്ഞു കേട്ടോ. നല്ല പോലെ ഉണ്ടാക്കിയ അച്ചാറാണ്. ഓയിലുണ്ടാക്കിയ അച്ചാറാണ്. ഇതെല്ലാം പൊളിക്കുമ്പോൾ വേറൊരു വീഡിയോ കൂടി ഞാൻ ഇട്ടു ഇൻഷാ അല്ലാഹ്.
ഇപ്പൊ കണ്ടല്ലോ അച്ചാറ്, നല്ല നാരങ്ങ അച്ചാറ്. ഇതൊന്ന് അനിയത്തിന്റെ, ഒന്ന് നമ്മളെ ഇത്താത്താൻ്റെ ആണ്. സുഖമില്ലാറിന ഇത്താത്തല്ലേ, ആ ഇത്താത്ത കൊടുത്തച്ച. അപ്പൊ 2 അച്ചാർ. അപ്പൊ രണ്ടാളെ സ്നേഹം ഇതിലുണ്ടാവും. അനിയത്തിന്റെ ഉണ്ടാവും, പിന്നെ ഇത്താത്താന്റെ ഉണ്ടാവും, ഉമ്മാന്റെ മോളതും മരുവന്റെ എല്ലാവരും ഉണ്ടാവും. അപ്പൊ കണ്ടല്ലോ, ഇതാണ് നമ്മളെ ജീവിതം. അപ്പൊ ഞാന് പൊട്ടിച്ച് ഇതിന്റെ പേരക്കുട്ടി കൊടുത്തിട്ടല്ല, മോളെ കുട്ടി ഓള് വീഡിയോ കാണൂട്ടോ. അപ്പൊ ഐ ലവ് യു അവ്വ, ഐ മിസ് യു. ഇന്ന് ഞാൻ കഴിക്കുന്ന കണ്ടിട്ട് സായിമാക്ക് ഇതാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് എടുത്തതാ കടയിൽ നിന്ന്. നവംബർ 11 5 വയസ്സായിട്ടുള്ളൂ കേട്ടോ. അപ്പൊ കണ്ടല്ലോ, ഇത്രയും സാധനമാണ്. അപ്പൊ ഇത്രയും സാധനമാണ് നമ്മളെ നാട്ടിൽ നിന്ന് നമ്മളെ ഉമ്മാര് വീട്ടിൽ നിന്ന് കൊടുത്തയച്ചത്. അപ്പൊ ഇതെല്ലാണ് നമ്മളെ പ്രവാസിക്കൊരു സന്തോഷം അല്ല, വേറെ എന്താ ഉള്ളത്? ഇതിപ്പോ നമുക്ക് ഈ കഴിക്കാൻ കിട്ടുന്നില്ല അല്ലേ, എന്താണ് ഇതെല്ലാം ഇവരെ മനസ്സും കൂടി ഇതിന്റെ ഈ ഓരോ സാധനത്തിലും ഓരോ സ്നേഹവും മനസ്സും കൂടി ഉണ്ട് അല്ലേ. ഒരിക്കൽ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് കൊടുത്തയച്ച് നമ്മളെ കൈ കിട്ടുവോളം 10 വട്ടം ചോദിക്കും, കിട്ടിയോ കിട്ടിയോ കിട്ടിയോ. ആ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞാല് അറിയിക്കാൻ പറ്റൂല. അപ്പൊ എല്ലാരും കണ്ടല്ലോ. അപ്പൊ ഇത് നമ്മളവിടെ ഉണ്ടാക്കുന്ന പപ്പടാട്ടോ. അപ്പൊ ഇതേ ഉള്ളൂ. അപ്പൊ എന്റെ നാട്ടിൽ നിന്ന് കൊടുത്തയച്ച സാധനം കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, ഒരു സബ്സ്ക്രൈബർ, ഒരു സപ്പോർട്ട് എല്ലാം ചെയ്തോളൂ. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.